നമസ്കാരം. നമ്മളിപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, കൺട്രോൾ കിട്ടുന്നില്ല, അത് സാധിക്കുന്നില്ല, ഇത് സാധിക്കുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരേ ഒരൊറ്റ കാരണം നമ്മൾ ഈ ഒരൊറ്റ കാര്യം ഒന്ന് മാറ്റിയാൽ മതി. നമ്മുടെ മൈൻഡ് ബ്ലോക്ക്. കാരണം നമുക്ക് സാധിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധിക്കാതെയും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് അത് നമുക്ക് സാധിക്കുന്ന കാര്യം കൂടി ബ്ലോക്കായി പോകും. അപ്പോൾ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മൈൻഡ് ബ്ലോക്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുന്നത്. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും സാധിക്കുകയില്ല, അസാധ്യമായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. പിന്നെ കംപ്ലീറ്റ് കൺട്രോളായിരിക്കും നമ്മൾ. പിന്നെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്മൾ സാധിക്കില്ല എന്ന് പറയുന്ന കൂട്ടുകെട്ട് ഒരു മാസത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കുക. നമുക്ക് ആഗ്രഹമുള്ളവരെ അത്രയും നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ മാറ്റണമെന്ന് ആദ്യം തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മളുടെ ജീവിതം മാറ്റണമെന്ന് നമുക്ക് അത്ര ആഗ്രഹം എന്തായാലും ഉണ്ടാവും. നാളത്തേക്ക് ബെറ്ററിന് വേണ്ടി, നാളെ നന്നാവണം അല്ലെങ്കിൽ നാളെ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഓരോ ദിവസവും ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. നമ്മൾ സ്റ്റെപ്പ് വെക്കാതിരിക്കുന്നവരാണ് നമ്മളുടെ കഴിവിൻ്റെ ആ ഒരു പവർ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് ഒരു ദിവസം വെക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒരേ ഒരു സ്റ്റെപ്പ്, വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മെയിനായിട്ട് ബ്രീത്തിങ് ചെയ്യുക. കാരണം നമ്മളുടെ ഈ വയറിൻ്റെ ഈ ഒരു ചെസ്റ്റിൻ്റെ വയറിൻ്റെ മിഡിൽ ഭാഗത്ത് ബ്രീത്തിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പോർഷൻ, ഈ ചെസ്റ്റിന് നേരെ താഴെയുള്ള വയറിൻ്റെ ഉള്ളിലുള്ള പോർഷൻ, ഞാൻ ചെയ്ത എക്സ്പീരിയൻസിലാണ് ഞാൻ പറഞ്ഞത്. ആ പോർഷൻ നമ്മളുടെ വയറിനെ കീഴേക്ക് ഇറങ്ങും. ബ്രീതിങ് ചെയ്ത് ഡീപ്പ് ബ്രീതിങ് എന്ന് പറയുമ്പോൾ ഹോൾഡിങ് മെത്തേഡാണ്. നമ്മൾ എത്ര സമയം മാക്സിമം ഹോൾഡ് പറ്റുന്നത്, അത് ടൈമൊന്നുമില്ല. നമ്മൾക്ക് ആ സമയം പറ്റുന്ന അത്ര ബ്രീത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നു, വിട്ടിട്ട് ഹോൾഡ് ചെയ്യുന്നു. ആ ഹോൾഡിങ്ങിൽ നമുക്ക് കാലുമേലോട്ടുള്ള ഒരു ഓക്സിജൻ ഫ്ലോ അറിയാൻ പറ്റും. അപ്പോൾ ഈ വയറിന്റെ ഭാഗത്തുള്ള ഇവിടെ നമുക്ക് വികാരങ്ങളുടെയും എല്ലാത്തിൻ്റെയും ആ ഒരു പവറ് വരുന്നത്, ഫീലിംഗ് തുടങ്ങുന്നത്. അപ്പൊ അതാണ് നമ്മൾ താഴ്ത്തുന്നത്. ഈ ഓക്സിജൻ ബ്രീത്തിങ് എടുത്തിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അത് താഴെ ആക്കുമ്പോൾ നമ്മളുടെ പ്രഷർ കൺട്രോളും കംപ്ലീറ്റ് കൺട്രോളിങ്ങും നമുക്ക് നമ്മളുടെ കൈവശം, നമ്മുടെ ഉള്ളം കൈയിലാവണേ. അതേപോലെ തന്നെ മൈൻഡ് ബ്ലോക്കും കൂടി മാറ്റാൻ ശ്രമിച്ച് അത് ചെയ്ത് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് കൺട്രോളിങ് ആണ്, കംപ്ലീറ്റ് കൺട്രോളാണ്. എല്ലാവിധ വികാരങ്ങളും, അഡിക്ഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് നമ്മളെ മറ്റുള്ള കാര്യം, ലഹരി പദാർത്ഥങ്ങളൊന്നും വേറെ, അത് കുറച്ചുകൂടി ഹൈ അഡിക്റ്റഡ് ആയിട്ടാണ്. പിന്നെ ഫുഡ്, ഇപ്പൊ നമുക്ക് ഇപ്പൊ ട്രിപ്പ്, ഇപ്പൊ ഒരു നമ്മളുടെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൂടുതലായിട്ട് എന്താണോ ചെയ്യണം, ഓവറായിട്ട് ചെയ്യുന്ന കാര്യം എന്താണോ അത് നമ്മൾ അതിൽ അഡിക്റ്റഡ് ആണ്. ഇപ്പോ ചിലര് പലതരം ജ്യൂസുകൾ ഇങ്ങനെ എപ്പോഴും കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം ഓവറായി കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആണ്. നമ്മൾ അതിൽ അഡിക്റ്റഡ് ആണ്. അപ്പോ നമുക്ക് സാധിക്കില്ല എന്ന് തോന്നുന്നത് സാധ്യമായിട്ടൊന്നുമില്ല എന്നായിരിക്കണം നമ്മൾ പറയേണ്ടത്, നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് പറയണെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ കൺട്രോളാണ്, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് എന്നെപ്പോഴും അങ്ങനെയുള്ള തോന്നൽ വരുമ്പോൾ, കൺട്രോൾ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള. ഒപ്പം ഈ ബ്രീത്തിങ് മെത്തേഡ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ ഉള്ളം കയ്യിലായിരിക്കും. നമ്മളുടെ ശരീരത്തിന്റെ, മൈൻഡിന്റെ എല്ലാവിധ വികാരങ്ങളുടെയും അത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. എനിക്ക്
കിട്ടിയിരിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സിമ്പിളാണ്. ഞാനൊക്കെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ ഒരു ഇത് അറിയാൻ പാടില്ലാതെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഇതിലേക്ക് വന്നതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവും. ബ്രീത്തിങ് ചെയ്യുന്നതും പിന്നെ മൈൻഡ് ബ്ലോക്ക് മാറ്റാൻ വേണ്ടി പോസിറ്റീവ് ക്രിയേഷൻ, എനിക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. പിന്നെ പവർഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ദൈവം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. സെയിം ഇത്രയും പറയാനുള്ളൂ. അതേപോലെ തന്നെ കൺട്രോൾ, എനിക്ക് എൻ്റെ സ്വഭാവങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ സ്വഭാവമാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവം നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ വികാരങ്ങൾ നമ്മുടെ കൺട്രോളിലാണ് എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക. അത് ഈ മൈൻഡ് ബ്ലോക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യുക. എല്ലാവരെയും പോലെ ഞാനും എൻ്റെ വികാരങ്ങളിൽ കൺട്രോളിലാണ്. കാരണം മറ്റൊരാൾ കൺട്രോളിലല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്തയിലോ നമ്മൾ ചിന്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചിന്ത വരും. നമ്മൾ പബ്ലിക്കലി നടക്കുമ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്ഷിപ്പിൽ നടക്കുമ്പോഴും ഒക്കെ നമ്മളുടെ ചിന്തയിൽ നോർമലി വരും. ഇപ്പം നമുക്ക് ചിന്തക്കാണോ പഞ്ഞുള്ളത്, ചിന്തകളിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ആ ചിന്ത വന്നേക്കുന്നതിന് മാറ്റം വരുത്താൻ പറ്റുന്നതാണ് ഈ പോസിറ്റീവ് പ്രെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതെപ്പോഴും നമ്മൾ എന്തൊക്കെയാണോ നമ്മളിലേക്കുള്ള നെഗറ്റീവ്സ് വരുന്നത് അത് ഇങ്ങനെ പോസിറ്റീവ് ആക്കി മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതും നമ്മളിങ്ങനെ നമ്മളുടെ സ്വഭാവങ്ങളും എല്ലാവിധ സാമ്പത്തികവും ആരോഗ്യപരവും റിലേഷൻഷിപ്പ് പരവും എല്ലാമായിട്ടുള്ള ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ് എല്ലാം ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കുക. ആ ഫീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരമുള്ള സംഭവം. ബ്രീത്തിങ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളെ പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് മൈൻഡ് സെറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രെയർ, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രെയർ അത് കൂടെ ചെയ്യുക. മെഡിറ്റേഷനും ബ്രീത്തിങ് ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ദൈവം കൂടെ എന്നെല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നന്ദി പറഞ്ഞുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇനി കൺട്രോൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയില്ല. കൺട്രോൾഡാണ്, ഇനി അങ്ങോട്ട് കൺട്രോൾഡാണ്. അസാധ്യമായിട്ടുള്ള നമുക്കൊന്നുമില്ല. ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ പ്രപഞ്ച ശക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. നമ്മളുടെ പിതാവും അമ്മയുമാണ് കൂടെ ഉള്ളത്. അപ്പോ ഇത്രയുള്ള സംഭവം. അപ്പൊ നിസ്സാരമായിട്ടുള്ള കാര്യവും അതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും എല്ലാവിധ കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അസാധ്യമായിട്ടൊന്നും ഇല്ലാതെ എല്ലാവർക്കും സാധ്യമായിട്ട് എല്ലാവിധ സമ്പദ്സമൃദ്ധിയോടും ആരോഗ്യത്തോടുകൂടി പൂർണ്ണ ഐശ്വര്യത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.